നല്ലൊരു അടാറ് മീൻ പൊള്ളിച്ചത് കഴിച്ചാലോ? കുറേ നാളായി കേട്ടോ ഈ ഒരു മീൻ പൊള്ളിച്ച് കഴിക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഷെയർ ചെയ്യാമെന്ന്. നല്ല വാഴയിലയിൽ നല്ല എന്താ പറയുക, നല്ല മീനും മസാലയൊക്കെ പൊതിഞ്ഞിട്ടുള്ള ആ ഒരു പൊള്ളിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, പിറന്താ വേണ്ടത്, അടിപൊളി ടേസ്റ്റാട്ടാ. അപ്പോൾ ഈ നൈറ്റ് നമുക്ക് ആവോലിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും പൊള്ളിക്കാം. അപ്പോൾ കുറച്ച് വലിയ മീൻ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ആവോലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 3 പേർക്ക് കഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമുക്ക് നോക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്പൈസ് എന്തായാലും ഈ ഒരു മീൻ പൊള്ളിച്ചതിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു അരമുറി നാരങ്ങയാണ്. അതും കൂടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. നല്ല പോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ഈ ഒരു മസാല കിട്ടും കേട്ടോ. ഇനി പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ മീനെടുക്കുക, അതിൽ നന്നായിട്ടൊന്ന് പെരക്കി വെക്കുക കേട്ടോ. കുറേ റെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെരക്കുക, നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ മീൻ നല്ലോണം മസാലയിൽ ഒന്ന് പെരക്കി വെക്കുക കേട്ടോ. മീനിൻ്റെ എല്ലാ സൈഡിലും നമ്മളെ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പെരക്കണം കേട്ടോ. ഈ ഒരു മീൻ പൊള്ളിച്ചില്ലേ, നമുക്കില്ലേ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നല്ല പൊറോട്ട, ചപ്പാത്തി, അതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ കണ്ട നന്നായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ മറ്റേ ഭാഗം ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഫ്രൈ റെഡിയാവും കേട്ടോ. ഏകദേശം ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ മീൻ ഫ്രൈ റെഡിയാകും. അപ്പോൾ കണ്ട നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം മീൻ ഫ്രൈ അവിടെ മാറ്റി വെക്കുക. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് മസാലകൾ തയ്യാറാക്കണം. അപ്പോൾ മീൻ അധികം മൊരിഞ്ഞിട്ടോ കരിഞ്ഞിട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിടാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, 1 ടേബിൾ സ്പൂൺ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുമ്പം ഈ ഒരു മസാലയിൽ മൂത്ത് വരുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഒരു 14 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ചെറിയ ഉള്ളി മസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊള്ളിച്ചതിൽ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ നമ്മുടെ ഉള്ളി. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ല പോലെ മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരണം. അങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മുളക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മീൻ നേരത്തെ പെരക്കി വെച്ചിട്ടില്ലേ, അപ്പോൾ മീൻ ഫ്രൈ ആക്കിയാലും ആ ചട്ടിയിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് തൊഴിച്ചതാണ് കേട്ടോ. നമ്മളിതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു മസാല വെള്ളം മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി അത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കുറച്ച് പുളി എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ ഒരു പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വാടി വരും.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിനാൽ നമ്മുടെ നല്ല ഗ്രേവി റെഡിയായി കേട്ടോ. ഈ ഒരു പൊള്ളിച്ചതിൻ്റെ മസാല ഗ്രേവി ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റ് ആയിട്ടോ ഈ ഒരു ഗ്രേവി കഴിക്കാൻ. ഇനി നമ്മുടെ മെയിൻ താരം വാഴയില, അത് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിനാൽ ഈ ഒരു കോലത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാക്കിൽ തന്നെ വേണം, എന്നാലാണ് നമ്മളെ മസാലയൊക്കെ നന്നായിട്ട് ഇട്ട് മീനൊക്കെ ഇട്ടിട്ട് നമുക്കിത് മൂടി വെക്കാൻ പറ്റുള്ളൂ. അപ്പം ആദ്യം കുറച്ച് മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മീൻ ഫ്രൈ അതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി മസാല അതിൻ്റെ മേലിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കട്ടെ. ആ ഒരു മീൻ പൊതിയുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തണ്ട് കറിവേപ്പിലയും ഒരു സവാളയും അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിലും മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് അപ്പുറവും ഇപ്പുറവും ഇടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വാഴയില കെട്ടിക്കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കെട്ടുന്നൊന്നുമില്ല കേട്ടോ, ഇത് ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേരോ മറ്റേ അനങ്ങാണ്ടതിന്, പിന്നെ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത മീൻ ഞാൻ 2 കുറച്ച് വലിയ വാഴയിലാണ്, അതുകൊണ്ട് 2 മീനും ഒക്കെയാണ് ഇട്ടിട്ട് പൊളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് ഗ്രേവി പകുതി അതിനകത്തിട്ടിട്ട് മീനിട്ടിട്ട് പിന്നെയും ഗ്രേവി അതിൻ്റെ മേലിൽ വെച്ചിട്ട് ഇതാ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ പൊളിക്കുന്നത് ഈ ഒരു പാനിലാണ്. ഈ ഒരു പാന് നമ്മൾ സാധാരണ ദോശയൊക്കെ തൊടുന്ന പാൻ ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കിയ ശേഷം ലോ ഫ്ലെയിമിൽ വെക്കാം. 2 വാഴയില കെട്ടിയതും നമുക്ക് അതിലേക്ക് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാവും കേട്ടോ. ആ ഒരു 10-12 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു മണം ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി മണമാണ്. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനിത് ഒട്ടും ക്ഷമയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് തണിഞ്ഞതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ എന്ത് കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് തുറന്നതിനുള്ള കോലാന്നീരിൻ്റെ നല്ല ഭംഗിയില്ല കാണാൻ. ആ ഒരു മസാലയിൽ മീനൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് ഒന്നും പറയണ്ട കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അടിപൊളി എന്ന് പറയാണ്ട് നിങ്ങളും ഇതുണ്ടാക്കിയിട്ട് അടിപൊളി എന്ന് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.